ആ പറയൂ. കൊണ്ടോട്ടിയുള്ള വൈദ്യനല്ലത്? അതെ അതെ. എന്താ പിന്നെ ആങ്ങളുടെ ഇപ്പത്തെ റിസൾട്ട് എന്താ ഇപ്പത്തെ അവസ്ഥ? ഒരു മാസമായല്ലോ. ആങ്ങളുടെ റിസൾട്ട് ഒക്കെ മാഷാല്ലാ നല്ല റിസൾട്ടാണ് നിങ്ങളെ മരുന്നില്. ആ ആങ്ങളെ ഞങ്ങൾ കൈവിട്ട കേസായിരുന്നു. ആ കാരണം ലിവർ ഫാറ്റി ലിവർ കൂടുതൽ സിറോസിസ് ആയിട്ടേ ആ അത് മുറിവിലേക്കും കാര്യങ്ങളിലൊക്കെ എത്തിച്ച്. ആ പിന്നെ എന്ത് ഡോക്ടറെ ഡോക്ടർമാരെന്താ പറഞ്ഞത്? ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് എത്രാമത്തെ സ്റ്റേജിന് ആ സമയത്ത് ഇവിടെ വന്ന സമയത്ത്? ഉം, മൂന്നാമത്തെ സ്റ്റേജ്. ആ ലിവർ സിറോസ്. മൂന്നാമത്തെ സ്റ്റേജ് ഒന്നും ആ കഴിഞ്ഞു തുടങ്ങിക്കണെന്നാ പറഞ്ഞത്. ഇനി മരുന്നുമേലെ നിൽക്കൂല, നിങ്ങൾ ഒന്നില്ലെങ്കിൽ മാറ്റി വെക്കല് നിർബന്ധമാണ്, ഇനി ഉം ഒരു പ്രതീക്ഷ ഇല്ലാന്നൊക്കെ പറഞ്ഞതാണ്. ഉം അങ്ങനെയാണ് നിങ്ങളടുത്ത് എത്തുന്നത്. ഉം നിങ്ങളടുത്ത് എത്തിയതിന്റെ ശേഷമാണ് നിങ്ങൾ കൊടുത്ത ആ ഫസ്റ്റ് മരുന്നിൽ ആ തന്നെ. എത്തുന്ന സമയത്ത് ആളെ ശാരീരികാവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? തീരെയും സുഖമില്ലായിരുന്നു, പറ്റ ക്ഷീണം. കാരണം വയറ്റിന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ പോവല്ലായിരുന്ന. ആ ബ്ലഡ് പോയിട്ട് അവിടെ ഖത്തറിലിരുന്നു അവനെ. അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു 10 ദിവസം 15 ദിവസം അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. ആ എന്നിട്ട് അവിടുന്ന് അവര് എമർജൻസി ടിക്കറ്റ്, യുദ്ധത്തിന്റെ ടൈമിൽ എമർജൻസി ടിക്കറ്റ് എടുത്താണ്ട് വിട്ടതാണ് അവിടുന്ന്. ഉം ബാംഗ്ലൂരൊക്കെയാണ് വന്ന് ഇറങ്ങിയിരുന്നത്. അത് ശരി. ആ അത്രക്ക് തീരെ വയ്യായിരുന്നു, പറ്റ അവശനായിരുന്നു. ഉം പിന്നെ ഇപ്പൊ ഇപ്പൊ അതിപ്പോ ഇവിടെ നിങ്ങളാ വന്നിട്ട് ഏകദേശം ഒരു മാസമായി ഉണ്ടാവും അല്ലേ? അതായി ഒരു മാസമായി. ഒരു മാസം 2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾ ആ മരുന്നിൽ ഫസ്റ്റത്തെ പാക്കറ്റിൽ തന്നെ അവനക്ക് നല്ല മാറ്റം വന്നേ. ആ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കണ ഇതൊക്കെ ബ്ലഡ്, വയറ്റിന്ന് പോണ ബ്ലഡ് അതൊക്കെ മാറി. ആ ഒരു സമാധാനമായി ആ മരുന്നിൽ. പിന്നെ നിങ്ങൾ അവനോട് പത്യങ്ങൾ പറഞ്ഞിരുന്നോ ആ വൈറ്റമിൻ സി അടങ്ങിയ ഒരു ഭക്ഷണങ്ങളും കഴിക്കരുതെന്ന്? പക്ഷെ അവന് വീട്ടില് അനിയത്തിന്റെ അടുത്ത് വന്നപ്പോ അനിയത്തിക്ക് അറിയില്ലായിരുന്നു പത്യൊന്നും. അപ്പൊ അവന് പൈനാപ്പിൾ ജ്യൂസ് കൊടുത്തു, ആ വിറ്റാമിൻ സി. അത് അവൻ കുടിച്ചതും പിന്നെ അവന് മലത്തിൽ കൂടെ രക്തം പോകാൻ തുടങ്ങി. ആ ശരി. ആ നിങ്ങൾ ആ പത്യം കറക്റ്റ് പാലിച്ച് ആ വിട്ടുപോയതാണ്. ആ അതുവരെ നല്ല അതിനുശേഷം ആക്കായിരുന്നു. അത് ചെയ്ത് നമ്മളൊരാഴ്ച കഴിഞ്ഞതിന് ശേഷം അല്ലേ? ഞങ്ങള് നല്ല ആക്കായി വന്നത്. ഞങ്ങളെ മരുന്നിൽ സാധാ മലത്തിന്റെ കളറായി വന്ന് വയറ്റിന്റെ ഉള്ളിലുള്ള വേദനയും ആ ക്ഷീണമൊക്കെ മാറി. ആ കാരണം പെട്ടെന്ന് അങ്ങോട്ട് മാറ്റം വന്നപ്പോ ഞങ്ങൾക്ക് നല്ലൊരു സമാധാനമായി. പക്ഷെ അവന് കാരണം ഇത് മാറ്റി വെക്കാൻ പറഞ്ഞ കേസാണല്ലോ. ആ ആ അതുകൊണ്ട് ഞങ്ങിപ്പോ ടെസ്റ്റൊക്കെ വളരെ മോശം സ്റ്റേജിലുണ്ട് ടെസ്റ്റൊക്കെ കണ്ടപ്പോ. ആ പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞ് പൈനാപ്പിൾ ജ്യൂസ് പിന്നെ എന്താ ചെയ്ത്? പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച് അപ്പൊ തന്നെ വയറ്റിന്ന് പോയി. എന്താ രക്തം വയറ്റിന്ന് പോകാൻ തുടങ്ങി. അപ്പൊ അന്ന് ഞങ്ങൾക്ക് വിളിച്ചില്ലേ, അങ്ങനെ ആ ഞങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ ആയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടി വെച്ചിട്ട്. ആ അപ്പൊ എന്താ കഴിച്ചത് നിങ്ങൾ അപ്പൊ തന്നെ ചോദിച്ചല്ലോ, ഉം, വൈറ്റമിൻ സി അടങ്ങിയത്. അപ്പോഴാണ് പിന്നെ അവനോട് ചോദിച്ചപ്പോ അങ്ങനെ കുടിച്ചെന്ന് പറഞ്ഞത്. ആ അത് പിന്നെ പിന്നെ നിർത്തിയിട്ടുണ്ടോ അല്ലേ? പോയി. ഏഹ് പിന്നെ നിർത്തിയില്ലേ? പിന്നെ നിർത്തി. പിന്നെ അതിന്റെ ശേഷം ഇന്നേ വരെ ഒരു വൈറ്റമിൻ സി ആണെങ്കിൽ ഒരു ഭക്ഷണം കൊടുത്തിട്ടില്ല, ആ കഴിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മ ഉണ്ട്, പേടിയുണ്ട് ഇപ്പൊ മനസ്സില്. ആ കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ ക്ലിയർ ആയത്? അത് 4 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം രാവിലെ പോയപ്പോ ക്ലിയർ ആയി. ആ ആദ്യം കുടിച്ച കേടുകളൊക്കെ എടുത്ത് തീർന്നപ്പോ പിന്നെ ക്ലിയർ ആയി. അതന്നെ. ആ കുടിച്ച ആ ഒരു ഗ്ലാസ് ജ്യൂസിന്റെ ഇങ്ങോട്ട് പോയി കിട്ടണ്ടേ, ആ അതെ. അത് ആ ആണ്ട് പോയി. പിന്നെ ആണ്ട് റെഡിയായി. ഉം പിന്നെ ഇപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ ആ മരുന്നുമേലെ ഇങ്ങനെ പോകണ്ട്, ആ പഥ്യം പാലിക്കണ്ട്. ഉം ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ വർക്കിന് ഇറങ്ങിക്കണേ. ജോലിക്ക് പോയി തുടങ്ങിയോ? അപ്പൊ ജോലിക്ക് പോയിക്കണം. കാരണം ഫസ്റ്റ് ടി വന്ന വി സമയത്ത് ഞാൻ ഇത് മാറുന്ന് പറഞ്ഞപ്പോ മൂപ്പർക്ക് പ്രതീക്ഷ ഒന്നും ഇല്ലേ? എന്ന് ഡോക്ടർ പറഞ്ഞത് അത് പഠിച്ചിരുന്നല്ലോ. അത് ഇത് നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളടുത്ത്, എന്താണ് ഡോക്ടർ ഇങ്ങനെ മാറ്റി വെക്കാനൊക്കെ പറഞ്ഞത്, ഇത് മാറുമെന്നൊക്കെ ചോദിച്ചിരുന്നു. ആ അതെ. അത് മൂപ്പർക്ക് പിന്നെ ഒരു പോസിറ്റീവ് എനർജി ഇല്ല, ആൾക്ക് നെഗറ്റീവിലാണ് ഇല്ല. ഉള്ളത്. നെഗറ്റീവിലായിരുന്നു. ആ വലിയൊരു പ്രതീക്ഷ ഇല്ലാത്തൊരു കോലത്തിലായിരുന്നു. നിങ്ങളാണ് ആ പ്രതീക്ഷ കൊടുത്ത മരുന്ന് കൊടുത്തപ്പോഴ് ആ അവനക്കൊരു സമാധാനം കിട്ടിയത്. ഇപ്പോഴും ഇപ്പൊ എല്ലായിടത്തും പോകുന്നുണ്ട്, വണ്ടി എടുത്ത് പോകുന്നുണ്ട്, വരുന്നുണ്ട്, ആ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫുള്ള് ഹാപ്പിയാണ് ആള്. ആണല്ലേ? ഇപ്പൊ ശാരീരികമായിട്ട് എല്ലാരോടും പറയും മാനസികമായിട്ട് ഉഷാറാണ് അല്ലേ? മാനസികമായിട്ടൊക്കെ ഉഷാർ തന്നെയാണ്. ആ അങ്ങനെ അല്ലേ ആ വയറിന്റെ സൈഡ് വേദനയും ഒക്കെ ഉണ്ടായിരുന്നു. ആ അതൊക്കെ ഒന്ന് മാറി ഉഷാറായിക്കണ് ഇപ്പൊ. ആദ്യം എന്തെങ്കിലും ജോലി ചെയ്തിരുന്ന ആള് ഗൾഫില് ഓന് ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യനാണ്. ആ ആ ഉം. ഓന് എല്ലാ മെക്കാനിക്കും ചെയ്യും. ഗ്രാൻഡ് പറഞ്ഞിട്ട് കമ്പനീന്റെയിലാണ് ഖത്തറിൽ കൊണ്ടുവരുന്നത്. ആ അവിടുന്നാണ് പിന്നെ വെയ്യാഴി ആയത് ഇപ്പൊ എനിക്ക്. വിസ ഒഴിവാക്കി പോന്നാ ലീവില് വന്നതോ? ഇല്ല, ഒരു കമ്പനി വിസനൊക്കെ കൊടുത്തിട്ട് 3 മാസങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആ നിങ്ങളെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറിയിട്ട് തിരിച്ച് പോരീന്ന് പറഞ്ഞിട്ട് അവന്റെ പകരത്തിന് അവിടെ ആളെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അവൻ തന്നെ അതെ. ആക്കി കൊടുത്താണ്. ആ പക്ഷെ നമ്മുടെ അവന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 1 മാസമൊക്കെയാണുള്ളൂ. ആളിവിടെ വന്നിട്ട് നേർക്ക് പിന്നെ ഈ അലോപ്പതി ചികിത്സ എത്ര ചെയ്ത് നിങ്ങള്? വന്ന് നേരെ ഖത്തർ വന്ന് പിറ്റേന്ന് തന്നെ രാവിലെ ഇവിടുക്കല്ലേ പോയത്, ഇക്രക്ക് പോയിട്ട് 10,000 എൻഡോസ്കോപ്പിയും USG സ്കാനിങ്, ഒരുപാട് സ്കാനിങ്ങുകളും പല ടെസ്റ്റുകളും, ഉം, ഇത് എന്തുകൊണ്ട് വന്നെന്നുള്ള ടെസ്റ്റുകളും. ഉം, ലാസ്റ്റ് ആ ഡോക്ടർ കൈവിട്ട വർത്താനം പറഞ്ഞത് മാറ്റിയൊക്കെ എല്ലാം ഇനി നിർത്തിയില്ലാന്ന്. ആ, അതിലാണ് പിന്നെ ആകെ മാനസികമായിട്ട് തളർന്നത്. ഉം, തളർന്ന മരുന്ന് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ആ, പെട്ടെന്ന് ഇതേപോലെ ക്ഷീണം വന്ന് ഛർദി വന്നുകൊണ്ടാണ് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ആ, ആ. അപ്പൊക്കെ മെഡിക്കൽ കോളേജിൽ വിട്ടോളിയത്. വിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. നേരെ കോളേജിൽ ഉടനെ വതിലും കിട്ടും വന്നു നേരെ. അതാണ് ഫസ്റ്റ് നേരം നിങ്ങളുടെ അടുത്ത് കാണാൻ വരവ് വന്നതാണ്ടൊന്നും പോണ്ടാറാണ്. ഇപ്പൊ ആ പ്രശ്നം ഒരു മാസം ട്രീറ്റ്മെന്റ് 10-15 ദിവസം ആയിട്ട് ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇല്ല, ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ഇന്ന് രാവിലെയും കൂടി എന്നെ വിളിച്ചിരുന്നല്ലോ. ഇവര് ആങ്ങളെ എവിടെയാണ് സ്ഥലം? നാട്ടില് നാട്ടില് കോഴിച്ചന. കോഴിച്ചന. കോഴിച്ചനയിലാണ് താമസം. വിവരങ്ങൾ ആയിക്കോട്ടെ. പിന്നെ ഒക്കെ സന്തോഷമല്ല. ഇനി ആ പ്രശ്നം ഉണ്ടാവില്ല, മരുന്നൊക്കെ ഏകദേശം
അപ്പൊ ഓനക്ക് ഈ മരുന്ന് കുടിച്ചപ്പോഴേ അവനോട് 2 മാസം കൂടുമ്പോ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഓൻ പറഞ്ഞു സ്കാനിങ് ഒന്നും വേണ്ട, അപ്പൊ ഏതായാലും ഞാൻ ഉഷാറിയിക്കണം. ഏതായാലും ഇപ്പൊ ഇങ്ങനെ ഈ മരുന്നുമേലാണ്ട് പോകാം, ഇപ്പൊ ഇങ്ങോട്ട് വൈദ്യന്റെ മരുന്നുമേല അങ്ങനെ പോകാം, ഏതായാലും എനിക്ക് എല്ലാം കൊണ്ട് റാഹത്താണ് പോകാൻ പറഞ്ഞത്. സന്തോഷമായില്ല. നമുക്ക് എല്ലാം സന്തോഷത്തിലാണ്. മരുന്ന് നിർത്തിയാൽ ആ പത്യം കുറച്ചുകൂടി ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടോ.